പ്രതികളെ തിരിച്ചെടുത്ത കോൺഗ്രസ്. ലൈംഗിക പീഡന കേസിലെ പ്രതിയായ ജോസ് ഫ്രാങ്കിളിനെ കോൺഗ്രസിൽ തിരിച്ചെടുത്തു. എൻ ശക്തൻ ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് നടപടി പിൻവലിച്ചത്. ജോസ് ഫ്രാങ്കിളിൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് ഉപഹാരം നൽകുന്ന ദൃശ്യങ്ങളും പുറത്ത്. നടപടി പിൻവലിച്ചത് KPCC, DCC നേതാക്കൾ അറിയാതെ. നെയ്യാറ്റിൻകരയിലെ വീട്ടമ്മയുടെ ആത്മഹത്യാ പ്രേരണ കുറ്റത്തിലും ലൈംഗിക പീഡന കേസിലും പ്രതിയാണ് DCC ജനറൽ സെക്രട്ടറിയായിരുന്ന ജോസ് ഫ്രാങ്കിളിൻ. ഇയാളെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു. ഈ നടപടിയാണ് DCC അധ്യക്ഷൻ എൻ ശക്തന്റെ സമ്മർദ്ദത്തെ തുടർന്ന് പിൻവലിച്ചത്. നടപടി പിൻവലിച്ച ശേഷം ജോസ് ഫ്രാങ്കിളിൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് ഉപഹാരം നൽകുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. എന്നാൽ ജോസ് ഫ്രാങ്കിളിനെ കുറിച്ച് അന്ന് വി ഡി സതീശൻ പറഞ്ഞതുകൂടി ഇപ്പോൾ കേൾക്കുന്നത് നന്നാകും. ഞാനിപ്പോൾ ഒരു വാർത്ത കണ്ടു വണ്ടിയിൽ വെച്ചിട്ട്. അങ്ങനെ ഒരു സംഭവം ഉണ്ട്. ആരെങ്കിലും തെറ്റുകാരൻ, ഒരു സ്ത്രീ ആത്മഹത്യ ചെയ്യാൻ തെറ്റുകാരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കെതിരായി നിയമപരമായ നടപടികൾ സ്വീകരിക്കണം. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫാണ് ജോസ് ഫ്രാങ്കിളിന്റെ നടപടി പിൻവലിച്ചത്. പാർട്ടിയിൽ തിരിച്ചെടുത്തത് സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കരുതെന്നും ഫ്ലക്സ് ബോർഡുകൾ വച്ച് നാട്ടുകാരെ അറിയിക്കരുതെന്നും സണ്ണി ജോസഫ് നിർദ്ദേശം നൽകി. ഇതനുസരിച്ച് രഹസ്യമായാണ് നേതാക്കൾ നീക്കം നടത്തിയത്. DCC, KPCC നേതാക്കൾ അറിയാതെ ഏകപക്ഷീയമായാണ് നടപടി പിൻവലിക്കൽ. അതേസമയം ഭൂമി തട്ടിപ്പ് നടത്തിയ കേസിലെ പ്രതിയായ അനന്തപുരി മണികണ്ഠനെയും പാർട്ടിയിൽ തിരിച്ചെടുത്തുവെന്നാണ് പുറത്തുവരുന്ന വിവരം. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.